ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്യൂച്ചർ SL ആണ്. സോ നമ്മൾ ഇന്ന് റീനീറ്റിന്റെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ +1 വർക്ക് എനർജി ആൻഡ് പവർ എന്ന ഒരു ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ നീറ്റിന്റെ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ അടുത്തെത്തി നിൽക്കുകയാണ് നമ്മുടെ എക്സാം. 1-2 ആഴ്ചക്കുള്ളിൽ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. സോ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. സോ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് വർക്ക് എനർജി ആൻഡ് പവർ. സോ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികൾ ഒന്ന് വേഗം പറഞ്ഞ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് ഓർമ്മിച്ചെടുത്തൊന്ന് പോവാം. തിയറി മുഴുവനും പഠിപ്പിക്കുകയല്ല, ഇതിലുള്ള ഇക്വേഷൻസ് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താതെ മാത്രമാണ്. അപ്പൊ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നമുക്ക് വേഗം ഇതിലെ ഇക്വേഷൻസും കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ. സോ ആദ്യം തന്നെ ഈ ചാപ്റ്റർ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു എന്താണ് വർക്ക്. വർക്കിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വർക്കിന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എപ്പോഴാണ് വർക്ക് സംഭവിക്കുന്നത്? നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. എന്ത് ഫോഴ്സും ആവാം. ഇപ്പൊ ഒരു ബോക്സിനെ നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നത് പോലെ ആവാം, അല്ലെങ്കിൽ ഞാൻ ഈ പെന്ന് ഇവിടെ വെക്കുമ്പോൾ ഇതിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പോലെ ആവാം. എന്തെങ്കിലും ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സിന്റെ റിസൾട്ട് ആയിട്ട് ആ ബോഡി മൂവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു സർഫേസിൽ, ഒരു ഹൊറിസോണ്ടൽ സർഫേസിൽ ഒരു ബോക്സ് വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ ബോക്സിനെ പുഷ് ചെയ്യാണ് വിത്ത് സം ഫോഴ്സ് എഫ്. സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? അങ്ങനെ ഫോഴ്സ് കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു ഫോഴ്സ് ആണെങ്കിൽ ഈ ബോക്സ് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് കുറച്ച് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയേക്കാം. എന്ന് വെച്ചാൽ ആ ബോക്സിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും. ഈ രണ്ട് ക്വാണ്ടിറ്റികൾ, രണ്ട് വെക്ടേഴ്സ് ആണ്. ഒന്ന് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ, മറ്റൊന്ന് ആ ഫോഴ്സ് കാരണം ബോഡിക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ വർക്കിനെ ഡിഫൈൻ ചെയ്യുക. ഓർമ്മയുണ്ടല്ലോ എന്തായിരുന്നു വർക്കിന്റെ ഇക്വേഷൻ? വർക്ക് എന്ന് പറയുന്നത് വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ് എന്നാണ്. ഫോഴ്സിന്റെയും അത് കാരണമുണ്ടായ ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡോട്ട് പ്രോഡക്റ്റിനെയാണ് നമ്മൾ വർക്ക് എന്ന് വിളിക്കുന്നത്. എന്തായിരുന്നു ഡോട്ട് പ്രോഡക്റ്റ്? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ എങ്ങനെയാ? എഫ് എസ് കോസ് തീറ്റ. അറിയാമല്ലോ, ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ്. ഏത് ഡോട്ട് പ്രോഡക്റ്റും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു കോസ് തീറ്റ പ്രോഡക്റ്റും കൂടെ വരും. ഇതാണ് വർക്കിന്റെ ബേസിക് കാര്യങ്ങൾ. അടുത്തത് ടൈപ്സ് ഓഫ് വർക്ക്. അപ്പൊ നമ്മൾ വർക്കിന്റെ ഇക്വേഷൻ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വർക്ക് എന്ന് പറയുന്നത് എഫ് എസ് കോസ് തീറ്റ. അപ്പൊ വർക്ക് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഫോഴ്സ് വേണം, ശരി. അത് കാരണം ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കണം, ഓക്കെ, തീർന്നില്ല. അതോടൊപ്പം ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ, അതാണല്ലോ കോസ് തീറ്റയിലെ തീറ്റ. ആരാണ് ഈ തീറ്റ? ഫോഴ്സിന്റെയും, ഒരു വെക്ടറാണ് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് മറ്റൊരു വെക്ടറാണ്. ഈ രണ്ട് വെക്ടറുകൾക്കിടയിൽ എത്ര ആംഗിൾ ഉണ്ട്, ഈ ആംഗിളിന്റെ വാല്യൂവിനനുസരിച്ച് വർക്കിനെ നമുക്ക് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെ ടൈപ്പിന്റെ പേരായിരുന്നു പോസിറ്റീവ് വർക്ക്. പോസിറ്റീവ് വർക്ക് സംഭവിക്കണമെങ്കിൽ തീറ്റ എന്ന് പറയുന്ന വാല്യൂ സീറോയ്ക്ക് ഈക്വലോ, സീറോയെക്കാളും വലുതോ 90യുടെ ചെറുതോ ആയിരിക്കണം. നമ്മൾ ആ റേഞ്ച് ഇങ്ങനെയാണ് പറയുക: 0 < തീറ്റ <90 ഡിഗ്രി. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം തീറ്റയുടെ വാല്യൂ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വാല്യൂ, അത് തീർച്ചയായിട്ടും 0യെക്കാളും വലുതായിരിക്കണം. അതല്ലെങ്കിൽ 0ക്ക് ഈക്വൽ ആയാലും കുഴപ്പമില്ല. അതേസമയം ആ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 90ക്ക് ഈക്വൽ പറ്റൂല, 90യെക്കാളും ചെറുതായിരിക്കണം. 80 ഡിഗ്രി ആയിക്കോട്ടെ, 70 ഡിഗ്രി ആയിക്കോട്ടെ, അല്ല 0നേക്കാളും വലിയ 20 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, ഇങ്ങനെ 0യുടെയും 90യുടെയും ഇടയിലുള്ള ഏത് ആംഗിൾ വന്നാലും കോസ് തീറ്റയുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമുക്കറിയാം. ആ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് തീറ്റ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ കോസ് തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ ഈ ടോട്ടൽ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? പോസിറ്റീവ് വർക്ക്. അടുത്തത് എന്തായിരുന്നു? രണ്ടാമത്തെ വർക്കിന്റെ പേരാണ് നെഗറ്റീവ് വർക്ക്. എന്താ പറഞ്ഞ മക്കളെ? ആർക്കറിയാൻ? പറഞ്ഞോ. അപ്പോ നെഗറ്റീവ് വർക്ക് വരണമെങ്കിൽ ഇപ്പോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ കോസ് തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആവേണ്ടി വരും. എപ്പോഴാണ് കോസ് തീറ്റ നെഗറ്റീവ് ആവുക? 90 ഡിഗ്രി കഴിഞ്ഞാൽ 90യെക്കാളും വലിയ ഒരു ആംഗിൾ, ഫോർ എക്സാമ്പിൾ തീറ്റ എന്ന് പറയുന്നത് 120 ആണെന്ന് വിചാരിക്കും. 120 ആണെങ്കിൽ കോസ് 120 നെഗറ്റീവ് വാല്യൂ. കോസ് 120യുടെ റിസൾട്ട് -1/2 എന്നാണ്. അതുപോലെ 120, 150 അങ്ങനെ നമ്മൾ നോക്കി ആ രണ്ടാമത്തെ ക്വാഡ്രന്റ് 180 വരെ ചെക്ക് ചെയ്താൽ കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. എന്ന് വെച്ചാൽ 90യുടെ മുകളിലോ 180ക്ക് താഴെയോ ആണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഇങ്ങനെ എഴുതുന്നു: 90 less than theta less than or equal to 180.
എന്താ അതിന്റെ മീനിങ്? തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 90യേക്കാളും വലുതായിരിക്കണം, അതോടൊപ്പം 180യേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോസ് തീറ്റ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അങ്ങനെ കോസ് തീറ്റ നെഗറ്റീവ് വന്നാൽ ഡെഫിനറ്റ്ലി ഈക്വേഷൻ മൊത്തം നെഗറ്റീവ് എന്ന് പറയേണ്ടി വരില്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ആ വർക്കിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് വർക്ക്. മൂന്നാമത്തതായിരുന്നു സീറോ വർക്ക്, അല്ലെ? സീറോ വർക്ക് അറിയാമോ? എന്താ സീറോ വർക്ക്? യെസ്, ഈ തൊട്ട് മുകളിൽ പറഞ്ഞ രണ്ട് ആംഗിളിലും പെടാത്ത, രണ്ട് ഈ തീറ്റയുടെ വാല്യൂലും പെടാത്ത ഒരു ആംഗിളാണ് 90 ഡിഗ്രി. ഇവിടെ നമ്മൾ പറയുന്നു 90യേക്കാളും ചെറുതായിരിക്കണം, 90ക്ക് ഈക്വൽ പറ്റൂല. ഇവിടെ നമ്മൾ പറയുന്നു 90യേക്കാളും വലുതായിരിക്കണം. എന്നാൽ 90ക്ക് ഈക്വൽ ആയിരുന്നെങ്കിലോ, ഇഫ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, എക്സാക്ട് 90 ആയിരുന്നെങ്കിലോ, നിങ്ങൾക്കറിയോ കോസ് 90യുടെ വാല്യൂ എന്താ? കോസ് 90യുടെ വാല്യൂ 0 എന്നാണ്. അപ്പൊ കോസ് 90ക്ക് 0 എന്ന് കൊടുത്താൽ ഈ വാല്യൂ മൊത്തത്തിൽ, അതായത് വർക്ക് മൊത്തത്തിൽ എന്തായി പോകും? 0 എന്നായി പോകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ വർക്ക്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഇതിന്റെ കൂടെ ഇതിന്റെ കോമ്പണന്റുകൾ വരയ്ക്കുന്ന ഒരു ചിത്രം കൂടി ഉണ്ട്, അതും കൂടെ നിങ്ങൾ ഓർത്തേക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ചാപ്റ്റർ മുഴുവൻ പഠിപ്പിക്കുകയല്ല, ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മൂവിംഗ് ടു നെക്സ്റ്റ്. FS ഗ്രാഫ്. വർക്ക് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഗ്രാഫുകൾ. ഒരുപാട് ഗ്രാഫുകളെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ പല ചാപ്റ്ററുകളിലും, പ്രത്യേകിച്ച് മോഷനെ കുറിച്ചുള്ള ആദ്യത്തെ ചാപ്റ്ററുകളിൽ പഠിച്ച കുറച്ച് ഗ്രാഫിന്റെ പേര് പറയാൻ പറ്റുമോ? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നിങ്ങൾ ചില ഗ്രാഫുകൾ പഠിച്ചല്ലോ. എന്തൊക്കെയാ ഗ്രാഫ്? പൊസിഷൻ ടൈം ഗ്രാഫ്, അല്ലെ? വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അതിന്റെ തന്നെ പല സിറ്റുവേഷൻസ്. പല ഗ്രാഫുകളിൽ നിന്നും സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു, സ്ലോപ്പിൽ നിന്നും ചില ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു, അല്ലേ? അതുപോലെ മറ്റു ചില ഗ്രാഫുകളിൽ നിന്ന് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു. അതുപോലെ വർക്ക് എനർജി പവറിൽ നമ്മളെ സഹായിക്കാൻ പോകുന്ന ഒരു അടിപൊളി ഗ്രാഫാണ് FS ഗ്രാഫ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എടുത്തിട്ട് വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് ഇത്. നമ്മൾ രണ്ട് രൂപത്തിലാണ് വരയ്ക്കുക. ഒന്ന്, കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. ആദ്യത്തെ ഗ്രാഫ് വരുന്ന സിറ്റുവേഷൻ ആണ് കോൺസ്റ്റന്റ് ഫോഴ്സ്. അപ്പോൾ അവിടെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് X ആൻഡ് Y ആക്സിസ് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്നു, ഇവിടെ നമ്മൾ ഫോഴ്സും കാണിക്കുന്നു. ആ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു സർഫേസിൽ ഒരു ബോക്സ് വെച്ചിട്ട് പുഷ് ചെയ്യുന്നത് മനസ്സിൽ കാണുക. അങ്ങനെ പുഷ് ചെയ്യുന്നു. ആ പുഷ് ചെയ്യുന്നതാണല്ലോ ഒരു ഫോഴ്സ്. ആ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഒന്നുമില്ല, ഒരേ വാല്യൂ ഉള്ള, ഡയറക്ഷൻ മാറാത്ത ഒരൊറ്റ ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള ഫോഴ്സ് വന്നാൽ അതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ഡെഫിനറ്റ്ലി ഇങ്ങനെയായിരിക്കും, അല്ലേ? കാരണം ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സിന്റെ വാല്യൂ കൂടാനോ കുറയാനോ പാടില്ല. അതേസമയം ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. ബോഡി 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, അങ്ങനെ ബോഡി മുന്നോട്ടേക്ക് പോകും. ഇതാണ് FS ഗ്രാഫ്. ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്താണ് കിട്ടുക? ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ, അപ്പോൾ ഇതിന്റെ അണ്ടർ ഏരിയ ആണ്, അണ്ടർ ദ ഗ്രാഫ് ആണ് നമ്മൾ എപ്പോഴും ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ അത് ഡെഫിനറ്റ്ലി ഒരു റെക്ടാംഗിൾ ഷേപ്പ് ആണ്. റെക്ടാംഗിളിന്റെ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലേ? ഇവിടെ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും ആരാ ഉള്ളത്? ലെങ്ത്തിലും ബ്രെഡ്ത്തിലും ഉള്ളത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ആണ്. സോ വെക്ടർ എഫും വെക്ടർ എസും, വെക്ടർ എഫും വെക്ടർ എസും എടുത്താൽ എന്താണ് അതിന്റെ ആൻസർ? എന്തായിരുന്നു? വർക്ക് എന്നാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? ഏരിയ. കിട്ടിയത് എന്താണ്? വർക്ക് ഡൺ. സോ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? വർക്ക് ഡൺ. ആരുടെ ഏരിയ? FS ഗ്രാഫിന്റെ ഏരിയ. ഏരിയ എന്ന് മാത്രം പറഞ്ഞു പഠിക്കരുത്, കാരണം ഏരിയ ഓഫ് VT ഗ്രാഫ് അല്ല ഇവിടെ നമ്മൾ പറയുന്നത്. ഏരിയ ഓഫ് VT ഗ്രാഫ് എന്നായിരുന്നെങ്കിൽ ആൻസർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഏരിയ ഓഫ് FS ഗ്രാഫ്. ഏരിയ ഒക്കെ പറയുന്ന സമയത്ത് ഏത് ഗ്രാഫാണ് എന്നും കൂടെ മെൻഷൻ ചെയ്തേ പറയാൻ പാടുള്ളൂ. സോ ഏരിയ ഓഫ് FS ഗ്രാഫ് വർക്ക് ഡൺ ആയിരിക്കും. ഇതിന്റെ തന്നെ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്ന മറ്റൊരു സിറ്റുവേഷൻ മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വേരിയബിൾ ഫോഴ്സ് കേട്ടിരുന്ന മക്കളെ? വേരിയബിൾ ഫോഴ്സ്. ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് വേരിയബിൾ ഫോഴ്സ്. വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഹയർ ലെവലിലൊരു സാധനമാണ്. ഇന്റഗ്രേഷൻ ഒക്കെ വരും, നിങ്ങൾക്കറിയാം. ഞാൻ ചുമ്മാ നിങ്ങൾ വരച്ചു പോവാണ്. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്നു, ഇവിടെ നമ്മൾ ഫോഴ്സ് കാണിക്കുന്നു. ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല, കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോയാൽ അതൊരു ഇറഗുലർ ഗ്രാഫ് ആയിരിക്കും. മേ ബി ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഷേപ്പ് ഒരു കോൺസ്റ്റന്റ് ഷേപ്പ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ ഏരിയ കാണുമ്പോൾ ആദ്യം ഒരു വളരെ ചെറിയ ഏരിയ ആണ് കണ്ടുപിടിക്കുക. ഈ വളരെ ചെറിയ ഏരിയ എന്ന് പറയുന്നത്, സ്മോൾ ഏരിയ നമുക്ക് തരുന്നത് സ്മോൾ വർക്ക് ഡൺ ആയിരിക്കും. അത് എന്ന് പറയുന്നത് F.ds ആയിരിക്കും. ഇതാണ് ആ സമയത്തുള്ള ഫോഴ്സ്, ഇതാണ് ആ ഫോഴ്സ് കാരണം ഉണ്ടായ ds എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. സോ F.ds ആയിരിക്കും സ്മോൾ വർക്ക് ഡൺ. അപ്പോൾ ടോട്ടൽ വർക്ക് എന്തായിരിക്കും?
ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് F.ds ആയിരിക്കും. ഇത് പലപ്പോഴും പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ആ ഇന്റഗ്രേഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന രീതിയാണ്. സോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ FS ഗ്രാഫിന്റെ ഏരിയ എന്തിന് ഈക്വൽ ആണ്? വർക്ക് ഡണിന് ഈക്വൽ ആണ്. അടുത്ത പോയിന്റ് എനർജി. വേഗം പറഞ്ഞു പോവാണേ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഒരുപാട് സമയം നമുക്ക് തിയറി പറഞ്ഞ് കളയാനില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കപ്പാസിറ്റി ഫോർ ഡൂയിങ് വർക്ക് അല്ലെ. ഒരാൾക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എനർജി. ഓക്കെ, എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് എനർജി ഉണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല, പല തരത്തിലുള്ള വർക്ക് വരും. ഓക്കെ, നമുക്ക് എനർജിയെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയാൽ ഒരുപാട് തരം എനർജികളുണ്ട്. ലോകത്തുള്ളത് എല്ലാം എനർജിയാന്ന് തന്നെ പറയാം. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. മെക്കാനിക്കൽ എനർജിയുടെ രണ്ട് ടൈപ്പാണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉള്ളത് അല്ലേ? യെസ്. എന്തായിരുന്നു കൈനറ്റിക് എനർജി? എന്താണ് കൈനറ്റിക് എനർജി ഉണ്ടാവാനുള്ള റീസൺ? ഒരു ഒബ്ജക്റ്റ് m മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ് ഒരു v വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഏതൊരു ഒബ്ജക്റ്റും മോഷൻ എന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ആ ബോഡിക്ക് ഉണ്ടാകുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. സോ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഈസ് ദ എനർജി ഡ്യൂ ടു മോഷൻ. എല്ലാവർക്കും അറിയാം, എനർജി എന്ന് പറയുന്നത് മോഷൻ കാരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഒരു ബോഡി മൂവ് ചെയ്യുന്നത് കാരണം ഒരു എനർജി ഉണ്ടാവുകയാണെങ്കിൽ ആ എനർജി വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. എന്തായിരുന്നു ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². ചെറിയൊരു ഡെറിവേഷൻ ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. വർക്കിൽ നിന്നാണ് എനർജി ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഡെറിവേഷൻ ഒന്നും മുഴുവനായിട്ട് പറയാൻ നമുക്ക് സമയമില്ല. സോ ഇക്വേഷൻ നിങ്ങൾ പുറത്തു വെക്കുക. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². രണ്ടാമത്തെ ടൈപ്പ് എനർജിയുടെ പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്ക് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഒരുപാട് തരം പൊട്ടൻഷ്യൽ എനർജികളുണ്ട് കേട്ടോ. പല ചാപ്റ്ററിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ പല 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 ഡിഫറെന്റ് ഫോമുകൾ കാണാറുണ്ട്. ഇലക്ട്രിസിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെ, അങ്ങനെ പലതും ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഒന്ന് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഹൈറ്റ് ആണ് ഒന്ന്. മറ്റൊന്ന് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് ആണ് രണ്ടാമത്തത്. നമുക്ക് ഈ ചാപ്റ്ററിൽ രണ്ട് തരം പൊട്ടൻഷ്യൽ എനർജികളാണ് പഠിക്കാനുള്ളത്. ഹൈറ്റ് കാരണം, വെരി സ്മോൾ ഹൈറ്റ്, ചെറിയ ചെറിയ ഹൈറ്റിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോയാൽ, ഇപ്പൊ ഭൂമിയുടെ ലെവലിൽ, ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ അവിടെ നിന്നും എടുത്ത് കുറച്ച് ഹൈറ്റിലേക്ക് ഉയർത്തി വെച്ചാൽ അത് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗെയിൻ എന്നും പറയും. പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടായ മാറ്റം അത് നമ്മൾ ചെറിയൊരു ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യാറുണ്ട്. സോ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഹൈറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ആ ബോഡിയുടെ മാസ് പിന്നെ g അറിയാം നിങ്ങൾക്ക്, എത്ര ഹൈറ്റിലോട്ടേക്ക് അത് ഉയർന്നിട്ടുണ്ട്, ആ ഉയർന്നതിനനുസരിച്ച് ആ ബോഡിക്ക് അത്രയും പൊട്ടൻഷ്യൽ എനർജി കൂടി അല്ലെങ്കിൽ ഗെയിൻ ചെയ്തു എന്ന് നമ്മൾ പറയും. ഓക്കെ, രണ്ടാമത്തത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്പ്രിംഗ് ആയിരുന്നു. സ്പ്രിംഗ്, അവിടെ നമ്മൾ പഠിക്കുന്ന ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി ഒന്ന് ഓർക്കാം. ഇതാണ് ഒരു സ്പ്രിംഗ്. ഈ സ്പ്രിംഗ് ഇതിന്റെ നാച്ചുറൽ ലെങ്തിലാണ് ആദ്യമുള്ളത്. നാച്ചുറൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ആ സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ടില്ല, ഇലോങ് ചെയ്തിട്ടില്ല. ഒരു സ്പ്രിങ്ങിനെ വെറുതെ വെച്ചാലുള്ള നീളമാണ് അതിന്റെ നാച്ചുറൽ ലെങ്ത്. ആ നാച്ചുറൽ ലെങ്ത് ഉള്ള സ്പ്രിങ്ങിനെ ഒരു സൈഡ് നമ്മൾ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തിട്ട് മറ്റേ അറ്റം പിടിച്ച് വലിച്ചാൽ, ഒരു ഫോഴ്സിൽ നമ്മൾ ആ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, അതല്ലെങ്കിൽ കംപ്രസ് ചെയ്താൽ, അത് കാരണം അതിലൊരു എനർജി സ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ ഇത് പിടിച്ചു വലിക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന ഇലോങ്ങേഷന്റെ വാല്യൂ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പിടിച്ചു വലിച്ചപ്പോൾ രണ്ട് ചിത്രങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. രണ്ടാമത്തിൽ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്, ശരിയാണല്ലോ. പിടിച്ചു വലിക്കുമ്പോൾ ആ സ്പ്രിങ്ങിന്റെ നീളം എക്സ്റ്റെൻഡഡ് ആണ്. ആ എക്സ്റ്റെൻഡഡ് ആയ നീളത്തെയാണ് നമ്മൾ എക്സ് എന്ന് പേര് വിളിക്കുക. എക്സ് ആകെ നീളമല്ലേ, ആകെ നീളമല്ലേ. ആദ്യം ഉണ്ടായിരുന്ന നീളം എൽ എന്ന് പറയുന്ന ഒരു നീളമുണ്ട്. അതിൽ നിന്നും ഇപ്പോൾ അധികമായിട്ട് ഒരു എക്സ് എന്ന ഒരു ഇലോങ്ങേഷൻ ഉണ്ടായി. അതല്ലെങ്കിൽ കംപ്രസ്ഡ് ആണെങ്കിൽ എക്സ് എന്ന ഒരു ദൂരം അത് കംപ്രസ്ഡ് ആയി. അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാകുന്ന എനർജി എന്തായിരുന്നു? ഇക്വേഷൻ പറയണ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. ആരാണ് കെ? വേർ കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നറിയപ്പെടുന്ന സ്പ്രിംഗുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റന്റ് ആണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഇതാണ് എനർജിയുടെ ഡിഫറെന്റ് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത എന്തായിരുന്നു? വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്
വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഒരു ഇക്വേഷനായിട്ട് തന്നെ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കുക. വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതായത് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ, ഇതായിരിക്കും വർക്ക് ഡൺ. ഓക്കെ, അടുത്ത പോയിന്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ്. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ഇക്വേഷൻ എഴുതാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗിന്റെ ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ യു എന്ന സിമ്പിളും പലപ്പോഴും കാണാം. അതിന്റെ ഇക്വേഷൻ ആയിരുന്നു ഹാഫ് കെ എക്സ് സ്ക്വയർ. കെ എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സ്പ്രിംഗ് കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻ പറയുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് എന്നൊരു ഇക്വേഷൻ കൂടെ അതിന്റെ കൂടെ ഓർത്തോളാം. ആ എഫിന്റെ പേരായിരുന്നു റിസ്റ്റോറിംഗ് ഫോഴ്സ്. ഓർമ്മയുണ്ടോ മക്കളെ? യെസ്, എന്താണ് പേര്? റിസ്റ്റോറിംഗ് ഫോഴ്സ്. റിസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് കെ എക്സ് ആയിരിക്കും. അതിൽ കെ ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്, എക്സ് ആണ് ഇലോങ്ങേഷൻ. കെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിന് എഫ് ബൈ എക്സ് എന്നും പറയാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ എനർജിയുടെ ഇക്വേഷനിൽ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് എന്നേ ഉള്ളൂ. ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ജനറലി നമ്മൾ പറയുമ്പോൾ അതിന്റെ ഐഡിയ എന്താ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഇത് പല എനർജികളുടെ, എല്ലാ എനർജികളുടെ കേസിലും നമുക്കത് അറിയാം. ഇലക്ട്രിക്കൽ എനർജിയാണ് ലൈറ്റ് എനർജിയായി മാറുന്നത് അല്ലെ? നമ്മളിപ്പോൾ ഒരു റൂമിൽ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ലൈറ്റ് എനർജി കിട്ടുന്നത്? അത് നമ്മൾ വീട്ടിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, വീട്ടിന്റെ അടുത്തുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നമുക്ക് അവിടത്തേക്ക് എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ? ഇലക്ട്രിക്കൽ എനർജിയാണ്. ആ എനർജിയാണ് നമ്മൾ ബൾബ് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ എനർജിയുടെ കൺസർവേഷനോ കൺവേർഷനോ ആണ് അവിടെ നടക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷനാണ്. ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതായിരുന്നു ഗ്രൗണ്ട് ലെവൽ. ഒരു ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റെസ്റ്റിൽ വെച്ചിരിക്കുക. ആ ഹൈറ്റ് ആണ് എച്ച്. ഓക്കെ, ബോഡിയുടെ മാസ് എം ആണെന്ന് വിചാരിക്കൂ. ആ ഒരു ഹൈറ്റിൽ ഞാനിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക ഒരു ഒബ്ജക്റ്റിന്. ആ ബോഡിക്ക് എന്ത് എനർജി ഉണ്ടാവുക? മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക, ബട്ട് ഹൈറ്റ് ഉണ്ട്. അത് കാരണം ഉറപ്പായിട്ടും ആ ബോഡിക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അത് mgh ആണ്. ഇനി നമ്മൾ ആ ഒബ്ജക്റ്റിനെ അങ്ങ് വിട്ടു, റിലീസ് ചെയ്തു, ഫ്രീ ഫോൾ. അതങ്ങനെ താഴോട്ടേക്ക് വീഴുകയാണ്. നമുക്കറിയാം അതിങ്ങനെ വന്ന് കുറച്ച് കഴിയുമ്പോൾ അത് ഗ്രൗണ്ടിൽ വന്ന് വീഴും. ഗ്രൗണ്ടിൽ വന്ന് വീഴുമ്പോഴേക്ക് അതിന്റെ ഹൈറ്റ് 0 ആയില്ലേ? ഹൈറ്റ് 0 ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയും 0 ആയിരിക്കില്ലേ അല്ലെ? അപ്പോൾ നേരത്തെ പൊട്ടൻഷ്യൽ എനർജി mgh, ഞാൻ ചുമ്മാ വേണമെങ്കിൽ ഒരു വാല്യൂ പറയാം. ഞാൻ ഈ mgh കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് 100 ജൂൾ എന്നാണ് കിട്ടിയെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താഴെ എത്തുമ്പോഴേക്ക് അത് 0 ആയി എന്ന് പറയുമ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നല്ലേ? അപ്പൊ 100 ജൂള് 0 ജൂൾ ആയി പോയോ? ഡിസ്ട്രോയിഡ് ആയോ? ഇല്ല. ഇത് 100 ജൂള് പൊട്ടൻഷ്യൽ എനർജി 0 ആയി എന്ന് തോന്നുമ്പോഴും അവിടെ മറ്റൊരു എനർജി ഉണ്ടായിട്ടുണ്ട്. ഈ ബോഡി താഴോട്ട് നിലത്ത് വന്ന് വീഴുന്നത് ഒരു ഹൈ വെലോസിറ്റിയിലായിരിക്കില്ലേ? വെലോസിറ്റി കാരണം അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവില്ലേ? സോ ഇത് നിലത്ത് വന്ന് ഇടിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാകും. അത് ½ mv² ആയിരിക്കും. അത് മുകളിലുള്ളത് 100 ജൂൾ ആണെങ്കിൽ അത് താഴെ എത്തുമ്പോൾ 100 ജൂളായി മാറിയിട്ടുണ്ടാകും. ഇൻ ബിറ്റ്വീൻ വേറെ എനർജി ലോസ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, സാധാരണ നമ്മൾ പറയാം ഒരു ഒബ്ജക്റ്റ് താഴോട്ടേക്ക് വീഴുമ്പോൾ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാറില്ല. എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ മുകളിൽ എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നോ അത്രയും എനർജി താഴെ എത്തുമ്പോൾ എന്തായി മാറും? കൈനറ്റിക് എനർജിയായി മാറും. സോ 100 ജൂൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെങ്കിൽ അത് താഴെ എത്തുമ്പോൾ 100 ജൂൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി 0 ആകുമ്പോഴേക്കും അത് മറ്റൊരു എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ മുകളിലും താഴെയും അല്ലാതെ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. വീഴുന്നതിന്റെ ഇടയിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടാലോ? അതാ ഇവിടെ ഒരു സ്ഥലം. അവിടെ എന്ത് എനർജി ഉണ്ടാവുക? കൈനറ്റിക് എനർജി ആണോ പൊട്ടൻഷ്യൽ എനർജി ആണോ? അവിടെ രണ്ടും ഉണ്ടാവും. ബിക്കോസ് ഇവിടെ എത്തുമ്പോൾ പൂർണ്ണമായും ഹൈറ്റ് 0 ആയിട്ടില്ല, ഇപ്പോഴും അതിന് ഇത്ര ഹൈറ്റ് ബാക്കിയുണ്ട്. അതേസമയം ആ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാകും, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും 100 ജൂൾ എന്നായിരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ അതിന്റെ ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി.
വേഗം പോവാണ്. പവർ നമ്മൾ തിയറി ഒന്ന് അവസാനിപ്പിക്കുകയാണ്. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെ, വർക്ക് ചെയ്യുന്നതിന് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ മെഷർ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് പവർ. സോ പവറിന്റെ ഇക്വേഷൻ വർക്ക് ബൈ ടൈം. വർക്ക് ബൈ ടൈം. പവറിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് എഫ് ഡോട്ട് വി. രണ്ടും പഠിച്ചു നോക്കണേ, ഒന്നുകിൽ വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എഫ് ഡോട്ട് വി. ഓക്കെ, അപ്പൊ പവറിന്റെ ഇക്വേഷൻ. പവറിന്റെ ഒക്കെ യൂണിറ്റ് അറിയാമല്ലോ അല്ലെ. എനർജിയുടെ യൂണിറ്റ് നമുക്കറിയാം, ജൂൾ ആണ് SI യൂണിറ്റ്. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. പവറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ, HP. ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. അതാണ് ഒരു HP. അപ്പൊ ഇതൊക്കെ ഓർത്തോളാം പവർ. ഓക്കെ, അവസാനമായിട്ടൊരു പോയിന്റും കൂടെ, കൊളിഷൻസ് ആണ്. 3 തരം കൊളിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നിന്റെ പേര് ഇലാസ്റ്റിക് കൊളിഷൻ, മറ്റൊന്ന് ഇൻഇലാസ്റ്റിക്, മറ്റൊന്ന് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. എന്താണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്, ബാക്കി നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ ആ കൊളിഷൻ നടക്കുന്ന സമയത്ത് കൊളിഷന് മുന്നേയുള്ള ടോട്ടൽ മൊമെന്റവും കൊളിഷന് ശേഷമുള്ള ടോട്ടൽ മൊമെന്റവും സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കണം. അതോടൊപ്പം കൊളിഷന് മുന്നേയുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി കൊളിഷന് ശേഷമുള്ള കൈനറ്റിക് എനർജിക്ക് തുല്യമായിരിക്കണം. അതായത് കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കണം. സോ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർവ്ഡ്. രണ്ടും കൺസേർവ്ഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളിഷൻ. എന്താണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ? ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്. മൊമെന്റം മാത്രമേ കൺസേർവ്ഡ് ആവുള്ളൂ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവില്ല. മൂന്നാമത്തെ എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവിടെയും മൊമെന്റം മാത്രമാണ് കൺസേർവ്ഡ്. അതോടൊപ്പം രണ്ട് ബോഡികൾ കൊളൈഡ് ചെയ്യുന്നു. ഇതിങ്ങനെ വന്നിട്ട് ഈ ബോഡിയെ വന്ന് ഇടിക്കുകയാണ്. ഇടിച്ചതിന് ശേഷം ഈ രണ്ട് ബോഡികളും ഒന്നിച്ചു മൂവ് ചെയ്യും. സാധാരണ നമ്മൾ എപ്പോഴും കാണുക, രണ്ട് ഒബ്ജക്റ്റുകൾ ഇടിച്ചാൽ ഇടിക്കുന്നു, വീണ്ടും അത് രണ്ട് വഴിക്ക് തെറിച്ചു പോകുന്നു. അതാണ് സാധാരണ കൊളിഷൻ. എന്നാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ബോഡിയും കൂടെ ഒന്നിച്ചാ മൂവ് ചെയ്യുക. ചിലപ്പോൾ ഒരു ബോഡി മറ്റേ ബോഡിയിലേക്ക് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് അത് രണ്ടും കൂടെ ഒട്ടിപ്പിടിച്ച് പിന്നെ ഒരു ബോഡിയായിട്ട് പോകും. അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തിയറി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വേഗം ഒന്ന് ഓർത്ത്, ഐഡിയകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാ ഇക്വേഷൻസ് ഒന്നും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതുപോലെ പറയുകയും ചെയ്യാം. സോ എല്ലാവരും സെറ്റ് ആണല്ലോ? ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. An object moving along horizontal x direction with kinetic energy 10 joule is displaced through x equal to 3 I cap meter by the force F is equal to minus 2I plus 3J Newton. The kinetic energy of the object at the end of the displacement x. അപ്പോൾ ഒരു ഇനീഷ്യൽ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഇനീഷ്യൽ ദാറ്റ് ഈസ് ഗിവൺ 10 ജൂൾ. ഓക്കെ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തന്നിട്ടുണ്ട്. നമ്മളോട് ഫൈനൽ കൈനറ്റിക് എനർജിയാണ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു വർക്ക് എനർജി തിയറം? വർക്ക് എനർജി തിയറം പറയുന്നത് വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എസ് അല്ലെ. വർക്കിനെ നമുക്ക് എഫ് ഡോട്ട് എസ് എന്ന് വിളിക്കാം. എഫ് ഡോട്ട് എസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ 10 ആണ് തന്നിട്ടുണ്ട്. ഇനി എന്താണ് എഫ് ഡോട്ട് എസ്? എഫ് ഡോട്ട് എസ് എന്ന് പറയുമ്പോൾ എഫ് തന്നിരിക്കുന്നത് മൈനസ് 2I പ്ലസ് 3J. എക്സ് എന്നോ എസ് എന്നോ പറയാം. എക്സ് എസ് ഈ സിംബലുകളൊക്കെ ചെറിയ മാറ്റങ്ങൾ, നൊട്ടേഷൻസ് ഒക്കെ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു സാധനത്തിനെ തന്നെ നമ്മൾ ഒന്നിലധികം പൊസിഷൻ പറയാൻ എക്സ്, ഡിസ്പ്ലേസ്മെന്റ് പറയാൻ എക്സ് അല്ലെങ്കിൽ എസ് മാറ്റി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എസ് എന്നതിന് പകരം ഇവിടെ നമുക്ക് എക്സ് എന്നാണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് 2I പ്ലസ് 3J ഡോട്ട് 3I ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് 10. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാമോ? അതൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോട്ട് പ്രോഡക്റ്റ് പ്രത്യേകിച്ച് IJK ഒക്കെ വരുന്ന സമയത്ത് ഇതിലിപ്പോൾ നമുക്ക് ഈ ഒരു ടേമിനെ ഈ ടേമുമായിട്ടാണ് ഡോട്ട് എടുക്കേണ്ടത്. ഇതിൽ I ടേമും J ടേമും ഉണ്ട്. ഇവിടെ I ടേം മാത്രമേ ഉള്ളൂ. ബട്ട് നമുക്കറിയാം ഈ I ടേമും ഐയും ഉള്ള ടേമുകൾ ഡോട്ട് എടുത്താൽ I ഡോട്ട് I എന്ന് വരും. I ഡോട്ട് I എന്ന് വെച്ചാൽ 1 ആണ്.
1 ആണ്. അതേസമയം ഇതിന്റെ രണ്ടാമത്തെ ടേം ഒരു ജെ ടേം ആണ്. ഈ ജെ ടേം ഐ ടേമുമായിട്ട് ഡോട്ട് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ജെ ഡോട്ട് ഐ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഡോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഐ ടേം മറ്റൊരു ഐ ടേമുമായിട്ടേ ഡോട്ട് എടുക്കേണ്ടതുള്ളൂ. അതുപോലെ ജെ ടേം മറ്റൊരു ജെ ടേമുമായിട്ട്, ഇവിടെ ജെ ടേം വേറൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടെ ഒരു ജെ ടേം ഉണ്ടായിരുന്നെങ്കിൽ അതുമായിട്ട് ഡോട്ട് എടുക്കാമായിരുന്നു. അതുപോലെ ഇവിടെ ഒരു കെ ടേമും ഇവിടെ ഒരു കെ ടേം, ഐ ജെ കെ ആണല്ലോ, 3 ആൾക്കാരാണല്ലോ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് അല്ലെ. ഇവിടെയും ഒരു കെ ടേം ഇവിടെയും ഒരു കെ ടേം ഉണ്ടായിരുന്നെങ്കിൽ കെയും ഡോട്ട് എടുക്കും. ഞാനിത് പറയുന്നത് നമ്മളിതിലൊക്കെ ഓരോ മോഡൽ പറഞ്ഞു പോവാണ്. മേ ബി നിങ്ങൾ ഈ എക്സാമിന് കാണുമ്പോൾ ഇതല്ലാതെ ഐയും ജെയും കെയും ഉള്ള ഒരു ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനി ഈസി ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളൂ, ഇവിടെ ഒരു ഐ ടേം ഉണ്ട്, ഇവിടെ ഒരു ഐ ടേം ഉണ്ട്. അത് രണ്ടും ഡോട്ട് എടുത്താൽ -2i ഡോട്ട് 3i. അപ്പൊ -2ഉം 3ഉം കൂടെ -6 ഐ ഡോട്ട് ഐ എന്ന് വെച്ചാൽ 1. സോ -6 ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ -10. -10 ഇപ്പുറം വന്ന +10 ആവും. സോ 10 - 6 എന്ന് വരും. 10 - 6 ആയിരിക്കും കൈനറ്റിക് എനർജി ഫൈനൽ, അതായത് അത് 4 ജൂൾ എന്നായിരിക്കും. സോ ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object falls from a height of 10 meter above the ground. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കൂ. ഇതിന്റെ മുകളിൽ 10 മീറ്റർ ഹൈറ്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് താഴോട്ടേക്ക് വീഴുകയാണ്. ഇവിടെ ഉണ്ട് ഒബ്ജക്റ്റ്, ഇവിടെ നിന്നാണ് താഴോട്ടേക്ക് വീഴുന്നത്. ഓക്കെ. ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട് ഇറ്റ് ലോസസ് 50% ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. ഇതിങ്ങനെ വന്ന് ഗ്രൗണ്ടിലേക്ക് ഇടിക്കുന്നു. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇടിക്കുന്ന കഥ തിയറി പറയുമ്പോഴും നമ്മൾ പറഞ്ഞു, ഏത് എനർജി ആദ്യം ഉണ്ടാവുക? താഴോട്ടേക്ക് വീഴാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഈ ഒബ്ജക്റ്റിന് ആദ്യം ഉണ്ടാകുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് താഴെ എത്തുമ്പോഴേക്ക് എന്തായി മാറണം? കൈനറ്റിക് എനർജിയായി മാറണം. അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 10 മീറ്റർ എബോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 10 മീറ്റർ എബോ ആണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mg×10 ആയിരിക്കും. ശരിയല്ലേ? mg പകരം ഞാൻ h പകരം 10 കൊടുത്തു. അത് അതേപോലെ നിലത്ത് വന്ന് ഇടിക്കുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി അപ്പോൾ എന്തായി മാറണം? mg×10 ആയി മാറണം. ഇനി അത് ബൗൺസ് ചെയ്യാം. ഓക്കെ, ബൗൺസ് ചെയ്യുമ്പം ഇവിടുന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട് ഇറ്റ് ലോസസ് 50% ഓഫ് എനർജി ദ ഹൈറ്റ് അപ് ടു വിച്ച് ദ ഒബ്ജക്റ്റ് ക്യാൻ റീബൗൺസ്. ഇടിക്കുന്ന സമയത്ത് mg×10 ആണ്, ബട്ട് ഇടിച്ചപ്പോ 50% ലോസ് ആയി പോയി. എന്നിട്ട് ഇയാൾ ഇനി മുകളിലോട്ടേക്ക് കയറുക. അപ്പൊ 50% ലോസ് ആയാൽ 50% ലോസ്റ്റ്. 50% എന്ന് വെച്ചാൽ പകുതിയായി കുറയുന്നു എന്നല്ലേ അർത്ഥം? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു സാധനം പകുതിയായി കുറയുന്നതിനെയാണ് നമ്മൾ 50% ലോസ്റ്റ് ആയി എന്ന് പറയാം. അപ്പോൾ ഈ mg×10 ഇവിടെ നിന്ന് മുകളിലോട്ടേക്ക് റീബൗൺസ് ചെയ്യുന്ന സമയത്ത് mg×5 ഉണ്ടാവുള്ളൂ. mg×10ന്റെ പകുതി. ഓക്കെ, ആ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലാണ് ഇയാൾ മുകളിലോട്ടേക്ക് കയറുന്നത്. അപ്പോൾ ഇയാൾ 5 മീറ്റർ ഹൈറ്റിലോട്ടേക്കല്ലേ ഇനി പോവുള്ളൂ. കാരണം ഇവിടെ എത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി mg×5 എന്നാവണമെങ്കിൽ അതിന്റെ ഹൈറ്റ് 5 മീറ്റർ ആയിരിക്കണ്ടേ. സോ 50% എനർജി ലോസ് ആയാൽ 50% എനർജിയിലേ പിന്നെ അത് മുകളിലോട്ട് പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന പകുതി ഹൈറ്റിലേക്ക് ആൾക്ക് എത്തുള്ളൂ. നല്ലൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ഞാൻ പറയുന്നത് 50% എന്ന് പറഞ്ഞത് കൊണ്ടും ഹൈറ്റ് 10 മീറ്റർ എന്ന് പറഞ്ഞത് കൊണ്ടും ഒക്കെ കാൽക്കുലേഷൻ എളുപ്പമാണ്. എല്ലായ്പ്പോഴും ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂ തരണമെന്നില്ല. ഈ 10 മീറ്റർ എന്നുള്ള വാല്യൂ മാറ്റിയിട്ട് 18.56 മീറ്റർ എന്നൊക്കെ തന്നാൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം. കോൺസെപ്റ്റ് എപ്പോഴും മാറുന്നില്ല. അതുപോലെ 50% ലോസ് ആയി എന്നുള്ളതിന് പകരം 20% ലോസ് ആയി എന്ന് വേണമെങ്കിൽ തരാം. അപ്പൊ 20% ലോസ് ആയാൽ ബാക്കി ഉണ്ടാകുന്നത് 80% ആയിരിക്കും അല്ലെ? ഇതേ ക്വസ്റ്റ്യനിൽ 20% ലോസ് എന്നായിരുന്നെങ്കിൽ mg×10 എന്ന് പറയുന്നത് എന്തായി മാറണം? 20% ലോസ് ആയാൽ mg×8 എന്നായിട്ട് മാറുന്നത്. കാരണം പിന്നെ ഉണ്ടാവുക 80%, ബാക്കി ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ മറ്റ് പല വാല്യൂസും കൂടെ വന്നാൽ എങ്ങനെ ഇത് ചെയ്യണമെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. Moving to next question. A particle moves with a velocity 5i - 3j + 6k under the action of a constant force
10i plus 10j plus 20k ഇൻസ്റ്റന്റാനിയസ് പവർ. നമ്മൾ പവർ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞപ്പോൾ പവറിന് പറഞ്ഞ മറ്റൊരു ഇക്വേഷൻ ആയിരുന്നു എഫ് ഡോട്ട് വി. എഫ് ഡോട്ട് വി ഒക്കെ പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എഫ് ഡോട്ട് വി, എഫ് എന്താ? എഫ് എന്ന് പറയുന്നത് 10i plus 10j plus 20k അല്ലേ? ഡോട്ട് എന്താ വെലോസിറ്റി? 5i minus 3j plus 6k. തൊട്ട് മുന്നേ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഡോട്ടാണ്. ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇവിടെയുള്ള ഐ ടേമുമായിട്ട് മാത്രം ഡോട്ട് എടുത്താൽ മതി. ശരിക്കും ഒരു ബ്രാക്കറ്റ് മൾട്ടിപ്ലിക്കേഷനിൽ ഈ ഐ ടേം കൊണ്ട് 3 പേരെയും മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് സാധാരണ മാത്സിന്റെ റൂള്. ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ബട്ട് രണ്ടാമത്തെ ടേം ചെയ്യുമ്പോൾ ഒരു 10i ഡോട്ട് മൈനസ് 3j എന്നാ വരിക. അപ്പോൾ ഐ ഡോട്ട് ജെ ആ വരിക. ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 0 അതുപോലെ പിന്നെ വരിക ഐ ഡോട്ട് കെ എന്നൊരു ടേം ആണ് വരിക, അതും 0 പിന്നെന്ത് ചെയ്യണം? പിന്നെ ഈ ജെ ടേം ഉപയോഗിച്ച് ഇവിടുത്തെ 3 ആളെ മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. ബട്ട് ചെയ്യണ്ട, ഈ ജെ ടേം കൊണ്ട് ഇവിടെയുള്ള ജെനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ബാക്കിയൊക്കെ 0 പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോ ഇത് നമ്മൾ റിസൾട്ടിലേക്ക് പോകുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 10i 5i അപ്പൊ 50. 10 into 5 50. ഐ ഡോട്ട് ഐ 1. പിന്നെ 10j minus 3j അപ്പൊ -30. 10ഉം -3യോ ജെ ഡോട്ട് ജെ 1. പിന്നെ 20k പ്ലസ് 6k. 20 into 6 എന്ന് പറയുമ്പോൾ 120. k ഡോട്ട് കെ 1. 120 150 കൂടെ 170. 170 30 പോയാൽ ഫൈനൽ ആൻസർ 140. പവർ ആണ്. സോ 140 വാട്ട്. ഓപ്ഷൻ ബി. മനസ്സിലായോ? ഇപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് ഏതിലും നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ഒരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്. Another question. The potential energy of a long spring when stretched by 2 cm is u. So ഇതൊരു ലോങ് സ്പ്രിംഗ് ആണ്, വലിയൊരു സ്പ്രിംഗ് ആണ്. ഇതിനാദ്യം നമ്മളൊരു 2 cm സ്ട്രെച്ച് ചെയ്തു. 2 cm സ്ട്രെച്ച് ചെയ്തപ്പോൾ ഉള്ള എനർജി സ്റ്റോർഡ് ആണ് u. അപ്പൊ നമുക്ക് u എന്നതിനെ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നതിനെ 2 സ്ക്വയർ എന്ന് കൊടുത്തൂടെ? സെന്റിമീറ്റർ വേണേ നമുക്ക് മാറ്റാം. വെയിറ്റ് എനർജി ഇഫ് ദ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ 8 സെന്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ ഇതേ സ്പ്രിങ്ങിനെ നമ്മൾ ഇനി 2 സെന്റിമീറ്ററിന് പകരം 8 സെന്റിമീറ്റർ ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ എനർജി എത്ര? അപ്പൊ പുതിയ എനർജിയെ ഞാൻ തൽക്കാലം യു ഡാഷ് എന്ന് പേര് വിളിച്ചാൽ അതിന്റെ ഇക്വേഷൻ ഹാഫ് കെ 8 സ്ക്വയർ എന്നായിരിക്കില്ലേ? ഹാഫും കെയും മാറില്ലല്ലോ. ഹാഫ് ഓൾറെഡി ഇക്വേഷൻ ഉള്ളതാണ്. കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. അത് 2 കേസിലും നമ്മൾ ഒരേ സ്പ്രിങ്ങിനെയാണ് പിടിച്ചു വലിച്ചത്. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് മാറുന്നില്ല. ഹാഫ് ഒരു കോൺസ്റ്റന്റ് ആണ്. ആദ്യത്തതിലെ എക്സിന് പകരം 2, രണ്ടാമത്തതിലെ എക്സിന് പകരം 8. അപ്പൊ എക്സ് സ്ക്വയർ ഉണ്ട്. സോ എക്സ് സ്ക്വയർ കാരണം 2 സ്ക്വയർ എന്നും 8 സ്ക്വയർ എന്നും വന്നു. ഇത് രണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. ഇതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചോളൂ. ഇതിൽ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചോളൂ. എന്തായിരിക്കും? 2 divided by 1 ചെയ്താൽ കിട്ടുക 2 divided by 1 gives u dash by u is equal to, ഡിവൈഡ് ചെയ്യുമ്പോൾ ഹാഫ് കെ എന്ന് വിട്ടു പോലെ. പിന്നെ ഉണ്ടാവും 8 സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്നല്ലേ? അതായത് 8/2 ദ ഹോൾ സ്ക്വയർ എന്നല്ലേ? 8/2 എന്ന് പറയുമ്പോൾ 4 ആണ്. 4ന്റെ സ്ക്വയർ 16 എന്ന് വരും. സോ യു ഡാഷ് ബൈ യു ആണ് 16. അപ്പൊ യു ഡാഷ് എന്ന് പറയുന്നത് 16u എന്ന് പറഞ്ഞൂടെ? സോ ആൻസർ എന്താണ്? 16u. ഇങ്ങനെ കമ്പാരിസൺ ക്വസ്റ്റ്യൻ ഇതും നമുക്ക് പല ചാപ്റ്ററിലും കാണാൻ പറ്റും. ഒരു ക്വാണ്ടിറ്റിയും ഒരു വാല്യൂവും പറഞ്ഞിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് പിന്നെ വരാവുന്ന ഒരു വാല്യൂ എന്ത് എന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ചോദ്യം. ഇത്തരം കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ റേഷ്യോ ആയിട്ട് ചെയ്താൽ പല ടേമുകളും കട്ട് ചെയ്തിട്ട് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electric lift with a maximum load of 2000 kg. ഇതൊരു ലിഫ്റ്റ് ആണ് എന്ന് വിചാരിച്ചോളൂ. ഇതിൽ മാക്സിമം 2000 kg ഉണ്ട്. ലിഫ്റ്റ് പ്ലസ് പാസഞ്ചർ, കുറെ ആൾക്കാർ അതിൽ കയറി നിൽപ്പുണ്ട്. ലിഫ്റ്റിനും ഓൾറെഡി ഒരു വെയിറ്റ് ഉണ്ട്. എല്ലാം കൂടെ ഇതിന്റെ മാസ് എന്ന് പറയുന്നത് 2000 kg ആണ്. ഓക്കെ, 2000 kg ഈസ് മൂവിങ് അപ്പ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 1.5 മീറ്റർ പെർ സെക്കൻഡ്. ഇത് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ 1.5 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
The frictional force opposing the motion is 3000 Newton. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടാണ് ഉണ്ടാവുക? എങ്ങോട്ടാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷൻ അല്ലേ? അപ്പോൾ ഈ ബോഡി മുകളിലോട്ടേക്ക് പോകുമ്പോൾ താഴോട്ടേക്ക് ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് 3000 ന്യൂട്ടൺ ആണ്. 3000 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ the minimum power delivered by the motor to the lift in watt. ഈ ലിഫ്റ്റിനെ പൊക്കിക്കൊണ്ടുപോവാൻ ആ മോട്ടോർ ഡെലിവർ ചെയ്യുന്ന പവർ എത്ര? അപ്പോൾ ആക്ച്വലി ഈ ലിഫ്റ്റ് മുകളിലോട്ടേക്ക് പോകണമെങ്കിൽ മുകളിലോട്ട് എത്ര ഫോഴ്സ് മിനിമം കൊടുക്കേണ്ടി വരും? ഒന്ന് 3000 ന്യൂട്ടൺ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 3000 ന്യൂട്ടണും കൂടെ മേലോട്ട് കൊടുത്താലേ ബോഡി പോവുള്ളൂ. ഒന്ന്. രണ്ട്, ഇതിന് ഓൾറെഡി 2000 കിലോഗ്രാം മാസ് ഇല്ലേ? 2000 കിലോഗ്രാം മാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2000 × 10 അല്ലെങ്കിൽ 9.8, അതായത് 20,000 ന്യൂട്ടൺ ആയിരിക്കും അല്ലേ ആൾക്കാരുടെയും ലിഫ്റ്റിൻ്റെയും വെയിറ്റ്. അപ്പൊ എന്തൊക്കെയാ താഴോട്ടേക്കുള്ള? ഇത്രയും ആൾക്കാരുടെയും ലിഫ്റ്റിന്റെയും വെയിറ്റും ഓൾറെഡി താഴോട്ടേക്കാണ്. ലിഫ്റ്റ് മേലോട്ട് പോകുമ്പോൾ ഫ്രിക്ഷനും താഴോട്ടേക്കാണ്. അപ്പൊ താഴോട്ടേക്കുള്ള ടോട്ടൽ ഫോഴ്സ് എത്രയായി? താഴോട്ടേക്കുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 23,000 ന്യൂട്ടൺ അല്ലേ? 20,000 വെയിറ്റും ഉണ്ട്, 3,000 ഫ്രിക്ഷനും ഉണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും ഫോഴ്സ് മുകളിലോട്ട് കൊടുത്താൽ മാത്രമല്ലേ ഈ ലിഫ്റ്റിന് മേലോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ? കാരണം ഓൾറെഡി വെയിറ്റും ഉണ്ട് താഴോട്ടേക്ക്, ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട് താഴോട്ടേക്ക്. അപ്പം ഇത് മുകളിലോട്ടേക്ക് കൊടുക്കേണ്ട മിനിമം ഫോഴ്സും എന്തായിരിക്കണം? 23,000 ന്യൂട്ടൺ ആയിരിക്കണം. അപ്പോൾ പവറിലെ നമ്മളോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ പവർ എന്ന് പറയുന്നത് F.V 23,000 × 1.5. അപ്പോൾ എത്ര ഉണ്ടാവും? അത് 23,000 × 1.5 എന്ന് പറയുമ്പോൾ അത് 34,500 ഉണ്ടാവും അല്ലേ? ഓപ്ഷൻ സി. അപ്പോൾ കാൽക്കുലേഷനേക്കാളും നിങ്ങൾ ഓരോന്നിലെയും കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് എസ് ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത്. ഓക്കെ, ഇതാണ് എർത്ത് സർഫേസ് എന്ന് വിചാരിക്കൂ. അവിടെ നിന്ന് എസ് മുകളിൽ നിന്നും ഒരു പാർട്ടിക്കിളിനെ റിലീസ് ചെയ്യുന്നു. ഈ ഹൈറ്റ് ആണ് എസ്. അവിടെ വെച്ചിട്ടൊരു പാർട്ടിക്കിളിനെ റിലീസ് ചെയ്യണം, വിടുകയാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ റിലീസ് ചെയ്യുന്ന ആ സമയത്ത് അതിനൊരു പൊട്ടൻഷ്യൽ എനർജിയുടെ, ഞാനതിനെ പൊട്ടൻഷ്യൽ എനർജി 1 എന്ന് പേര് വിളിക്കുകയാണ്. അത് ഉറപ്പായിട്ടും ഒരു mgs ആയിരിക്കും. ശരിയല്ലേ? അവിടെയുള്ള പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി ഇല്ല, ജസ്റ്റ് റിലീസിങ് ആണ്. അറ്റ് എ സെർട്ടൻ ഹൈറ്റ് അതങ്ങനെ താഴോട്ടേക്ക് വരികയാണ്. ഏതോ ഒരു സെർട്ടൻ ഹൈറ്റിൽ എത്തിയപ്പോൾ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് 3 times ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. ആ ഒരു സമയത്തുള്ള കൈനറ്റിക് എനർജി, ഞാൻ അതിനെ കൈനറ്റിക് എനർജി 2 എന്ന് പറയാം. അത് ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ 3 times ആണ്. ആദ്യമുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ അല്ലേ? ആദ്യമുള്ള പൊട്ടൻഷ്യൽ എനർജി mgs ഉണ്ട്. അതാണ് ഞാൻ പൊട്ടൻഷ്യൽ എനർജി 1 എന്ന് പറഞ്ഞ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അത് താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി കൂടും. താഴോട്ട് ഗ്രൗണ്ടിൽ വന്നാൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയി മാറും, കൈനറ്റിക് എനർജി mgs ആവും അല്ലേ? അപ്പൊ ഏതോ ഒരു ഹൈറ്റിൽ എത്തിയപ്പോൾ ആ ഒരു സ്ഥലത്തുള്ള കൈനറ്റിക് എനർജി ആ ഒരു സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ 3 times ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി 2 = പൊട്ടൻഷ്യൽ എനർജി 2 × 3 ആണ്. അങ്ങനെയാണെങ്കിൽ the height from the surface of earth and speed of the particle at that instant are respectively. ഈ ഒരു ഇൻസ്റ്റന്റിലുള്ള ഹൈറ്റ് എത്ര? ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ആ സമയത്തുള്ള ഹൈറ്റ്. ഞാൻ അതിനെ h എന്ന് വിളിക്കും. അതുപോലെ അവിടെയുള്ള വെലോസിറ്റി എത്ര? നമുക്കൊരു കാര്യം ചെയ്യാം, ഏത് സമയത്തും ടോട്ടൽ എനർജി കൺസേർവ്ഡ് അല്ലേ? സോ ഈ സ്ഥലത്തുള്ള ടോട്ടൽ എനർജിയെ ടോട്ടൽ എനർജി 1 എന്ന് വിളിച്ചാൽ, ഇവിടെയുള്ള ടോട്ടൽ എനർജിയെ ടോട്ടൽ എനർജി 2 എന്ന് വിളിച്ചാൽ നമുക്കൊരു കാര്യം വളരെ ക്ലിയർ ആണ്. ടോട്ടൽ എനർജി 1 ഉറപ്പായിട്ടും ടോട്ടൽ എനർജി 2 ആയിരിക്കണം. ടോട്ടൽ എനർജി 1 എന്ന് പറയുന്നത് mgs മാത്രം, കാരണം അവിടെ കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ എനർജി 1 എന്ന് പറയുന്നത് mgs, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി 2 എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി 2 പ്ലസ് പൊട്ടൻഷ്യൽ എനർജി 2. ശരിയല്ലേ?
രണ്ടാമത്തെ സ്ഥലത്തുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അവിടെയുള്ള കൈനറ്റിക് എനർജിയും അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയും. അതേസമയം നമുക്കൊരു കാര്യം അറിയാം, കൈനറ്റിക് എനർജി 2 എന്ന് പറയുന്നത് 3 ടൈംസ് പൊട്ടൻഷ്യൽ എനർജി 2 ആ. അപ്പൊ ഞാൻ ഈ കൈനറ്റിക് എനർജി 2 പകരം എന്ത് കൊടുക്കുന്നു? 3 ടൈംസ് പൊട്ടൻഷ്യൽ എനർജി 2 പ്ലസ് പൊട്ടൻഷ്യൽ എനർജി 2 എന്ന് വെച്ചാൽ അത് 4 ടൈംസ് പൊട്ടൻഷ്യൽ എനർജി 2 ആയി. പൊട്ടൻഷ്യൽ എനർജി 2 എന്ന് പറയുന്നത് 4 ടൈംസ് mg ആ സമയത്തുള്ള ഹൈറ്റ് ആയ h ആയിരിക്കില്ലേ? ആ സമയത്തുള്ള ഹൈറ്റ് h എന്ന് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ 4 ടൈംസ് mgh ആയി. അതാണ് mgs. mg രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് s = 4h എന്ന് കിട്ടും. അതല്ലെങ്കിൽ h എന്ന് പറയുന്നത് s/4 ആണെന്ന് മനസ്സിലാവും. ഇങ്ങനെ നമുക്ക് ഹൈറ്റ് കിട്ടും. സോ ടോട്ടൽ എനർജിയുടെ കൺസർവേഷൻ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് h = s/4. തീർന്നില്ല. ഇനി നമ്മളോട് ചോദിക്കുകയാണ് അവിടെയുള്ള വെലോസിറ്റി എത്ര? നമുക്ക് നോക്കാം. അവിടെയുള്ള കൈനറ്റിക് എനർജി 2 എന്ന് പറയുന്നത് 3 ടൈംസ് പൊട്ടൻഷ്യൽ എനർജി 2 ആണല്ലോ. ആണ്. കൈനറ്റിക് എനർജി 2 എന്നതിന് എനിക്ക് ½ mv² എന്ന് വിളിച്ചൂടെ? അവിടെയുള്ള വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് പൊട്ടൻഷ്യൽ എനർജി 2 എന്ന് പറയുന്നത് mg h ആണ്. h എന്ന് പറയുന്നത് s/4 ആണ്. mg s/4 അല്ലേ? m നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യാം. ഒരു 2ഉം 4ഉം ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 ബാക്കി ഉണ്ടാവും. സോ v² is equal to 3gs/2 എന്ന് വരും. അപ്പോൾ v എന്താണ് വരിക? √3gs/2. അപ്പോൾ വെലോസിറ്റി വരുന്നത് √3gs/2, ഹൈറ്റ് വരുന്നത് s/4. അത് രണ്ടും വരുന്നു ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും അല്ലേ? √3gs/2. റൂട്ട് താഴെ വരെ ഉണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കും ഇത് ഒരേ ഓപ്ഷൻ ആണോ? അല്ല, ഇത് രണ്ടും ഒരേ ഓപ്ഷൻ അല്ല കേട്ടോ. ഇവിടെ റൂട്ട് താഴെ മുതലേ റൂട്ട് ഉണ്ട്, ഇവിടെ മുകളിൽ മാത്രമേ റൂട്ടുള്ളൂ. അത് പോരാ, അങ്ങനെ പോരാ. താഴെ മുതലേ റൂട്ട് വേണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ ഫോൾസ് ഫ്രോം എ ഹൈറ്റ് 60 meter at the rate of 15 kg/s to operate a turbine. അപ്പോൾ താഴെ എവിടെ ഒരു ടർബൈൻ ഉണ്ട്. ടർബൈൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐഡിയകളൊക്കെയാണ്. നിങ്ങൾക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ടർബൈനിലേക്ക് മുകളിൽ നിന്നും വെള്ളം ഇങ്ങനെ വന്ന് വീഴും. ഈ വെള്ളം വന്ന് വീഴുന്ന ശക്തിയിൽ ടർബൈൻ ഇങ്ങനെ കറങ്ങും. ടർബൈന് കറങ്ങിയിട്ട് പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം കറണ്ട് ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. എനിവേ എന്തോട്ടെ, ഇത് 60 meter ഹൈറ്റിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. വെള്ളം വീഴുന്ന റേറ്റ് പറയുന്നുണ്ട്. വെള്ളം വീഴുന്ന റേറ്റ് എന്ന് പറയുന്നത് 15 kg/s. ഓരോ സെക്കൻഡിലും 15 kg വെച്ച് മാസ് വരുന്നു. ദ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് 10% ഓഫ് ഇൻപുട്ട് എനർജിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇതിനെ കറക്കാൻ ആവശ്യമായ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിനെ കറക്കാൻ ആവശ്യമായ എനർജി എന്ന് പറഞ്ഞാൽ ഇത്രയും മുകളിൽ നിന്ന്, എത്ര മുകളിലാണ്? 60 meter മുകളിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ ആ വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇതിനെ കറക്കാൻ ആവശ്യമായ എനർജിയായി മാറുന്നത്. സോ നമ്മൾ ആദ്യം പറയുന്നു, ഓക്കെ, ഇൻപുട്ട് എനർജി, ടോട്ടൽ ഇൻപുട്ട് എനർജി എന്ന് പറയുന്നത് mgh ആണ്. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇതിന് കറങ്ങാൻ ആവശ്യമായ ഇൻപുട്ട് എനർജി ആയിട്ട് മാറുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു m. നമുക്ക് എനർജി എന്ന് പറയുമ്പോൾ ഇത് പെർ സെക്കൻഡ് പറയുന്നുണ്ട്. ടോട്ടൽ ഇൻപുട്ട് എനർജി mgh ആണെങ്കിൽ ടോട്ടൽ ഇൻപുട്ട് പവർ എന്തായിരിക്കും? ടോട്ടൽ ഇൻപുട്ട് പവർ എന്ന് പറയുമ്പോൾ എനർജി ബൈ ടൈം ആണല്ലോ അല്ലേ? പവർ, ടോട്ടൽ ഇൻപുട്ട് പവർ, എനർജി ബൈ ടൈം. സോ mgh/t. ഞാൻ അങ്ങനെ ചെയ്ത്, കാരണം നമുക്ക് m/t ആണ് തന്നിരിക്കുന്നത്. m/t ആണ് 15 kg/s. അപ്പോൾ നമുക്ക് അതിന് 15 എന്ന് കൊടുക്കാം. ഇൻറ്റു g 10, h 60. അപ്പോൾ 6 × 15 90 ഉണ്ടാവും. 9 × 10⁻³ എന്നുണ്ടാകും. ഇത്രയും വാട്ടായിരിക്കും ഇൻപുട്ട് പവർ. മനസ്സിലായോ? ആ വെള്ളത്തിൻ്റെ 60 meter ഹൈറ്റിലുള്ള വെള്ളം 15 kg/s വീണുകൊണ്ടിരുന്നാൽ അതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയുന്ന എനർജിയോ പവറോ എന്ന് പറയുന്നത് 9 × 10⁻³ വാട്ടാണ്. ബട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, 10% ലോസ്റ്റ് ആണ്. 10% ലോസ്റ്റ് ആണെങ്കിൽ റിമൈനിങ് എന്ന് പറയുന്നത് 90% ആയിരിക്കും അല്ലേ? അപ്പോൾ റിമൈനിങ് എത്രയാണ്?
90%. അപ്പോൾ അതേ ഈ ടർബൈനിലേക്ക് എത്തുന്നുള്ളൂ. അല്ലെങ്കിൽ ടർബൈന് കറങ്ങുന്നത് കാരണമോ മറ്റോ എന്തോ ഒരു കാരണം കൊണ്ട് 10% എനർജി ലോസ്റ്റ് ആവുന്നുണ്ട്. സോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവാൻ, സോ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി എത്ര യൂസ് ചെയ്യുന്നുള്ളൂ? അതിന് 90% യൂസ് ചെയ്യുന്നുള്ളൂ. 90% ഓഫ് ഇൻപുട്ട് ഈസ് യൂസ്ഡ്. അപ്പൊ അത് എത്ര ഉണ്ടാവും? 90% എന്ന് പറയുമ്പോൾ 0.9 ആണ്. 0.9 ഇൻറ്റു 9 ഇൻറ്റു 10⁻3. 0.9 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 8.1 ആയിരിക്കും. 8.1 ഇൻറ്റു 10⁻3, അതായത് 8.1 കിലോ വാട്ട്. ഇവിടെ ആൻസർ കാണാം, ഓപ്ഷൻ സി. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് നോക്കാം, നമുക്ക് സമയം ഒരു 40-45 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഏകദേശം ഒരു പ്ലാൻ. ഏകദേശം സമയമാവുകയാണ്. കൺസിഡർ എ ഡ്രോപ്പ് ഓഫ് റെയിൻ വാട്ടർ ഹാവിംഗ് മാസ് 1 gram ഫോളിംഗ് ഫ്രം എ ഹൈറ്റ് ഓഫ് 1 kilometer. 1 kilometer ഹൈറ്റിൽ നിന്നും ഒരു റെയിൻ ഡ്രോപ്പ് ഫോൾ ചെയ്യണം താഴത്തേക്ക്. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 1 kilometer ആണ്. ഇതിന്റെ മാസ് എന്ന് പറയുന്നത് 1 gram ആണ്. 1 gram. ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വിത്ത് എ സ്പീഡ് ഓഫ് 50 meter/second. അങ്ങനെ താഴെ വന്ന് വീഴുന്ന വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 50 meter/second അത് നിലത്ത് വന്ന് ഇടിക്കുന്നത്. ടെക് G10. The work done by gravitational force and resistive force of air. എന്താണ് ഈ ക്വസ്റ്റ്യന്റെ ഉദ്ദേശം? ഒന്ന്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താ? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഒരു ഡയറക്റ്റ് പോയിന്റ് ആണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറയുന്നതാണ് mgh അല്ലെ? mg ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, h ആണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. സോ mgh എന്ന് പറയുമ്പോൾ m 1 gram. 1 gram എന്ന് പറഞ്ഞാൽ 10⁻⁻3. G10, ഹൈറ്റ് 1 kilometer, സോ 10⁻3. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നാൽ 10 joule. ഇതാണ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. അതാണ് ഇതിന് ആദ്യമുള്ള പൊട്ടൻഷ്യൽ എനർജി എന്നും പറയാം. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. നമ്മളോട് ഇനി ചോദിക്കുന്നത് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ. എന്താ അതിന്റെ അർത്ഥം? അപ്പോൾ എയർ റെസിസ്റ്റൻസ് ഈ ബോഡിയെ എഫക്റ്റഡ് ആണ് എന്നാണ് അർത്ഥം. എയർ റെസിസ്റ്റൻസ് എഫക്റ്റഡ് ആണെങ്കിൽ കുറെ എനർജി എയറിൽ വെച്ച് ലോസ് ആവും. എയറിൽ വെച്ച് ലോസ് ആയാൽ ബാക്കിയുള്ള എനർജിയെ താഴെ എത്തുമ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി 50 ആണെങ്കിൽ താഴെ എത്തുമ്പോഴുള്ള എനർജി എത്രയായിരിക്കും? നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്താലോ? എനർജി അറ്റ് ബോട്ടം, ഈ കൈനറ്റിക് എനർജി അറ്റ് ബോട്ടം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് 1/2 mv² എന്ന് കൊടുക്കാം. 1/2 mv², ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 10⁻³ ഇൻറ്റു v². 50യുടെ സ്ക്വയർ ആണ് 2500. അപ്പോൾ 10⁻³ ഇതിനെ കട്ട് ചെയ്താൽ 2.5 വരും. 2.5/2 എന്ന് പറഞ്ഞാൽ 1.25 വരും അല്ലേ? 1.25 ജൂൾ. ഇവിടുന്ന് നമ്മൾ കാര്യം ആലോചിച്ചേ, ഇതിന് ആദ്യം നിലത്തേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ എത്ര എനർജി ഉണ്ട്? 10 ജൂൾ ഉണ്ട്. ബട്ട് നിലത്ത് എത്തിയപ്പോഴോ 1.25 ഉള്ളൂ. ശരിക്കും കൺസർവേഷൻ ഓഫ് എനർജി നടക്കുകയായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? ഇവിടെ എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ അത് മുഴുവനും താഴെ കൈനറ്റിക് ആയിട്ട് മാറണം. ഇവിടെ 10 ജൂൾ ഉണ്ടായിരുന്ന എനർജി താഴെ എത്തുമ്പോൾ 1.25 ഉള്ളൂ. ബാക്കി 8.75 ഇവിടെ പോയി. 8.75 ഈ വരുന്ന വഴിയിൽ വെച്ച് ലോസായി. എന്തുകൊണ്ട് ലോസായി? ആ റെയിൻ ഡ്രോപ്പിനെ എയർ റെസിസ്റ്റൻസ് എഫക്ട് ചെയ്തു. എയർ റെസിസ്റ്റൻസ് എഫക്ട് ചെയ്തതുകൊണ്ട് ലോസ് ഇൻ എനർജി, ലോസ് ഡ്യൂ ടു എയർ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 10 - 1.25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8.75 ജൂൾ. അതൊരു ഒപ്പോസിങ് ഫോഴ്സ് ആയതുകൊണ്ട് നമുക്കിതിനെ ഇതൊരു നെഗറ്റീവ് വർക്കാണെന്ന് പറയാം. ബിക്കോസ് എന്താ നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? ഈ റെയിൻ ഡ്രോപ്പ് വീഴുന്ന താഴോട്ടേക്കല്ലേ, റെസിസ്റ്റീവ് ഫോഴ്സ് മേലോട്ടേക്കല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനാ. 180 ഡിഗ്രി. 180 ഡിഗ്രി വരുമ്പോൾ നെഗറ്റീവ് വർക്ക് എടുക്കണമെന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. സോ ആൻസർ വരിക 10 ജൂളും നെഗറ്റീവ് 8.75. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, 10 ജൂൾ ആൻഡ് -875. ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സമയമായിട്ടുണ്ട്.
Two similar spring P and Q have spring constant Kp and Kq. അപ്പോൾ ഒരു സ്പ്രിംഗ് ഇതാണ്, ഇതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് Kp. ഇത് രണ്ടാമത്തെ സ്പ്രിംഗ് ആണ്, അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് KQ. Kp ഗ്രേറ്റർ ദാൻ KQ എന്ന് പറയുന്നുണ്ട്. Kp ഗ്രേറ്റർ ദാൻ KQ. They are stretched fast by the same amount. സെയിം എമൗണ്ട് സെയിം ലെങ്ത്. അപ്പോൾ ആദ്യത്തെ കേസിൽ സെയിം എമൗണ്ടിൽ സ്ട്രെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും ഇലോങ്ങേഷൻ സെയിം എന്നാണ് അർത്ഥം. എക്സ് സെയിം. ഓക്കെ, രണ്ടാമത്തെ കേസിൽ സെയിം ഫോഴ്സിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ എഫ് സെയിം. ഓക്കെ, അപ്പൊ ആദ്യം രണ്ടിനും ഒരേ ഇലോങ്ങേഷൻ വരുന്ന രൂപത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തിൽ രണ്ടിലും ഒരേ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലോങ്ങേഷൻ വേണ്ടി മാറിയേക്കാം. വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് WP WQ ഈ രണ്ട് കേസിലും പറയണം. അപ്പൊ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിലെ വർക്ക്, അതായത് എനർജി എന്ന് പറയുന്നത് ½KX² എന്ന് എഴുതാം. അതിൽ എക്സ് സെയിം ആണ്, ഹാഫ് കോൺസ്റ്റന്റ് ആണ്, എക്സും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആദ്യത്തെ കേസിലെ വർക്ക് പ്രപ്പോർഷണൽ ടു K എന്ന് പറഞ്ഞൂടെ? ഹാഫ് കോൺസ്റ്റന്റ് അല്ലേ, എക്സ് സെയിം ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ രണ്ടിന്റെയും വർക്ക് K എന്നതിന് പ്രപ്പോർഷണൽ ആണ്. KP ഗ്രേറ്റർ ദാൻ KQ ആയത് കൊണ്ട് WP ഗ്രേറ്റർ ദാൻ WQ എന്ന് പറഞ്ഞൂടെ ആദ്യത്തെ കേസിൽ? സോ ആദ്യത്തെ കേസിലെ WP WQനെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് കിട്ടി. WP ഗ്രേറ്റർ ദാൻ WQ ആണ്. നമുക്ക് രണ്ടാമത്തെ കേസിലോട്ട് പോകാം. രണ്ടാമത്തെ കേസിൽ എഫ് ആണ് സെയിം. നമുക്കറിയാം, വീണ്ടും ഞാൻ അടുത്ത പേജിലേക്ക് എത്തട്ടെ. രണ്ടാമത്തെ കേസിൽ എഫ് ആണ് സെയിം. എഫ് സെയിം. എനർജി എന്ന് പറയുമ്പോൾ ½KX². നമുക്ക് U പ്രപ്പോർഷണൽ ടു K എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് എക്സ് സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കേസിൽ. അപ്പൊ നമുക്ക് എക്സിനെ ഒന്ന് മാറ്റണം. നമുക്കറിയായിരുന്നു എഫ് എന്ന് പറഞ്ഞാൽ KX അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് F/K എന്ന് പറഞ്ഞൂടെ? അപ്പോൾ അത് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ½ KX² പകരം F²/K². ഒരു K വെട്ടിക്കളയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ½F²/K. ഇതാണ് രണ്ടാമത്തെ കേസിലെ U. അവിടെയും ഹാഫ് കോൺസ്റ്റന്റ് അല്ലേ, എഫ് സെയിം അല്ലേ? എഫ് സെയിം ആണെങ്കിൽ U പ്രപ്പോർഷണൽ ടു 1/K എന്ന് പറയണ്ടേ? U പ്രപ്പോർഷണൽ ടു 1/K. ഓൾറെഡി KP ഗ്രേറ്റർ ദാൻ KQ ആണ്. KP ഗ്രേറ്റർ ദാൻ KQ ആണെങ്കിൽ UP ലെസ് ദാൻ UQ ആയിരിക്കില്ലേ? കാരണം രണ്ടാമത്തെ കേസിൽ യുവും കെയും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. സോ K കൂടിയാൽ U കുറയും. അപ്പൊ ആർക്കാണോ K കൂടുതൽ അയാൾക്ക് U കുറവായിരിക്കും. സോ UP ലെസ് ദാൻ UQ. അതായത് U എന്ന് പറയുന്നത് വർക്കിംഗ് ആണ് ആക്ച്വലി. സോ വർക്ക് P ലെസ് ദാൻ വർക്ക് Q. ഇതാണ് രണ്ടാമത്തെ കേസിൽ. സോ ആദ്യത്തെ കേസിൽ വർക്ക് P ഗ്രേറ്റർ ദാൻ വർക്ക് Q. രണ്ടാമത്തെ കേസിൽ വർക്ക് P ലെസ് ദാൻ വർക്ക് Q. സോ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. ഇവിടെ വർക്ക് P ഗ്രേറ്റർ ദാൻ വർക്ക് Q, ഇവിടെ വർക്ക് P ലെസ് ദാൻ വർക്ക് Q. ഓക്കെ ആണോ? ചെയ്ത ക്വസ്റ്റ്യൻ മനസ്സിലായോ? സോ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. സോ ഏകദേശം എല്ലാം നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. വർക്ക് എനർജി ആൻഡ് പവറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സോ നിങ്ങളുടെ സ്വന്തം SL. ബൈ ബൈ.